ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നടപ്പിലാക്കി സംസ്ഥാന തലം മുതൽ പഞ്ചായത്ത് തലം വരെ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആ ഗെയിമുകൾ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ചുമതല അദ്ദേഹത്തിനാണ്. അതോടൊപ്പം തന്നെ സ്പോർട്സ് കൗൺസിലിനെ സ്വയം പര്യാപ്തമാക്കാനുള്ള ധാരാളം നടപടികൾ ഇപ്പോൾ നമ്മൾ നടത്തി വരികയാണ്. കേന്ദ്രീകൃതമായിട്ടുള്ള കായിക പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം കായിക നയം എടുത്തു പറയുന്നുണ്ട് സർ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രാദേശിക സ്പോർട്സ് കൗൺസിലുകളുടെ അത് ശാക്തീകരണത്തിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചർച്ചകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് സർ. കായിക അധ്യാപകരുടെ കുറവ് പരിഹരിക്കാൻ ജില്ലാ പഞ്ചായത്തിനെയും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുകളെയും സംയുക്തമായി പങ്കെടുപ്പിച്ചുകൊണ്ട് കായിക അധ്യാപകരെ താൽക്കാലികമായി നിയമിക്കുന്നതിനുള്ള നടപടികൾ നടത്താനാണ് ഇപ്പോൾ നമ്മൾ ശ്രമിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ പ്രായത്തിൽപ്പെട്ട കുട്ടികളെയും കായിക ഇനങ്ങൾക്ക് പരിശീലനം നൽകുന്ന നിരവധി പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അതോടൊപ്പം സ്കൂൾ തല സ്പോർട്സിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന നടപടികൾ എടുത്തു വരുന്നുണ്ട്. അപ്പോൾ സ്കൂൾ തലത്തിൽ കായിക പഠനം നിർബന്ധമാക്കിക്കൊണ്ട് പാഠപുസ്തകങ്ങൾ സ്കൂളുകളിൽ എത്തിക്കുന്ന നടപടികൾ ഇപ്പോൾ ഏകദേശം അടുത്ത അധ്യയന വർഷത്തോടുകൂടി എല്ലാ വിദ്യാലയങ്ങളിലും പ്രൈമറി തലത്തിൽ കായിക വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഇത്തവണത്തെ പരിശീലന പരിപാടിയിൽ അധ്യാപകർക്ക് ഈ കായിക പരിശീലനവുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് നൽകാമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഹെൽത്തി കിഡ്സ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദ്യാലയങ്ങളിൽ സ്പോർട്സിനെ പരിചയപ്പെടുത്തുന്ന ക്ലാസ് റൂമുകൾ ഇപ്പോൾ സംസ്ഥാനത്ത് 55 വിദ്യാലയങ്ങളിൽ ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് വ്യാപകമായി നടപ്പിലാക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചു വരുന്നത് സർ. കുട്ടികളിൽ ശാരീരികവും മാനസികവുമായ വലിയ മാറ്റം ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാലയങ്ങളിലേക്കും ഇത് നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ സ്പോർട്സ് സ്കൂളുകളിൽ ഉള്ള പ്രവേശനം 8ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രധാനപ്പെട്ടൊരു മാറ്റമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയും. സ്പോർട്സ് സ്കൂൾ സ്പോർട്സ് ഹോസ്റ്റൽ സെലക്ഷൻ തുടങ്ങിയ ശാസ്ത്രീയമായി മാറ്റാൻ നമ്മുടെ സ്പോർട്സ് സ്കൂളുകളിൽ ഇത്തവണ നല്ല രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത്. സംസ്ഥാന സ്പോർട്സ് മേളയിൽ തന്നെ നമ്മുടെ GB രാജ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. സുബ്രതോ കപ്പ് അടക്കമുള്ള കപ്പുകളിൽ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ സ്പോർട്സ് സ്കൂളിലും ഹൈടെക് ക്ലാസ് റൂമുകളായി ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് സർ. അങ്ങനെ കഴിയുന്നത്ര രീതിയിൽ വലിയ മാറ്റം കൊണ്ടുവരാനും കായിക ഡയറക്ടറിന്റെയും സ്പോർട്സ് കൗൺസിലിന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച വനിതാ ഫുട്ബോൾ അക്കാദമികൾ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണ് സർ. അതോടൊപ്പം തന്നെ GB രാജ സ്കൂളിൽ വിദേശ ക്ലബ്ബാണ് ഇപ്പോൾ സ്പോർട്സിന് ഫുട്ബോളിൽ പരിശീലനം നൽകുന്നത്. അതും ഏറ്റവും നല്ല രീതിയിൽ നടന്നു വരുന്നു. അതിന്റെ റിസൾട്ട് എന്നുള്ള ആദ്യ വർഷം തന്നെ സുബ്രതോ കപ്പിൽ നമ്മൾ 2ാം സ്ഥാനത്ത് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു മാറ്റമായി കണ്ടുള്ളത്. കായിക വളർച്ചയിൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ കേരള സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന്റെ അംഗീകാരം ഇപ്പോൾ ധനകാര്യ വകുപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ക്യൂബയുമായുള്ള സ്പോർട്സ് സഹകരണം, അതോടൊപ്പം തന്നെ നമ്മൾ ഓസ്ട്രേലിയയുമായുള്ള വിക്ടോറിയ യൂണിവേഴ്സിറ്റിയുമായുള്ള സ്പോർട്സ് സഹകരണം, അർജന്റീനിയൻ അസോസിയേഷൻ, സ്പാനിഷ് ഫുട്ബോൾ ലീഗ് സംഘാടകരായ ലാലിഗയുമായുള്ള സഹകരണം, ഇതെല്ലാം തന്നെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇതിന്റെ ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ് സർ. ഇപ്പോൾ സ്പോർട്സ് സയൻസ് മാനേജ്മെന്റ് അടക്കമുള്ള കായിക രംഗത്തെ നവീനമായ ആശയങ്ങളും സാങ്കേതിക മാറ്റങ്ങളും സ്വീകരിക്കാൻ വേണ്ട നടപടികൾ നമ്മൾ എടുത്തു വരികയാണ് സർ. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കായിക പഠനത്തിന്റെ ഭാഗമായി PG കോഴ്സുകൾ സ്പോർട്സ് സയൻസ് അതോടൊപ്പം തന്നെ സ്പോർട്സ് മാനേജ്മെന്റ് അടക്കം